ശരി, ശ്രീകുമാർ. മഞ്ജുഷേ, ഈ ഇ.ഡി. അന്വേഷണം അതുപോലെ SFIO അന്വേഷണം ഒക്കെ എത്രയോ കാലമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. അത് ഒരു സാമ്പത്തിക ഇടപാടിൽ നടക്കുന്ന അന്വേഷണം അവിടെ നടക്കട്ടെ, നമുക്കതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അന്വേഷണം നടക്കുന്നു. അന്വേഷണത്തിൽ കുറ്റക്കാരെ കണ്ടാൽ ശിക്ഷിക്കണം, അത്രയേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ BJP CPM-നെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിൽ ഒരു അന്വേഷണ ഫലം ഉണ്ടാകുമെന്ന് മഞ്ജുഷ കരുതുന്നുണ്ടോ? കാരണം കേരളത്തിൽ CPM-നെ ദ്രോഹിച്ചിട്ട് BJP-ക്ക് എന്ത് കിട്ടാനാ? ഇവിടെ കോൺഗ്രസ് ആണ് BJP-യുടെ ശത്രു, കോൺഗ്രസ് ആണ് CPM-ന്റെ ശത്രു. BJP ഇവിടെ ശക്തിയല്ല. ആ നിലയ്ക്ക് കോൺഗ്രസിനെ ദുർബലമാക്കാൻ പറ്റാവുന്ന CPM-നെ BJP ഭയപ്പെടുത്തുന്നുണ്ടാവും, പക്ഷെ അവരെ ദുർബലപ്പെടുത്തില്ല, ഒടിക്കാൻ ശ്രമിക്കില്ല, വളക്കേ ഉള്ളൂ. കാരണം അവർക്ക് കൊണ്ട് ഗുണമില്ല, BJP-ക്ക് ഗുണമില്ല. നേരെ വെച്ച് BJP ഇവിടെ വലിയ ശക്തിയായിരുന്നുവെങ്കിൽ മഞ്ജുഷ നമ്മൾ ഈ പറയുന്ന പോലെ ഇതൊരു വലിയ ആയുധമൊക്കെ ആയിട്ട് കൊണ്ടുപോകാം. ഇവിടെ വെറും സാമ്പത്തിക ആരോപണം മാത്രമാണ്. പക്ഷെ CPM ഇതിൽ പെട്ടു. എന്താണ് CPM പെട്ടത്? എങ്ങനെയാണ്? മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം വന്നപ്പോൾ പാർട്ടി അത് മുൻവിധിയില്ലാതെ എടുത്തു ചാടി. സാധാരണഗതിയിൽ പാർട്ടി നേതാക്കളുടെ മക്കൾക്കൊക്കെ എതിരെ ആക്ഷേപം വന്നാൽ പാർട്ടി അങ്ങനെ ഇടപെടാറില്ല. ഇത് പാർട്ടി ഇടപെട്ടുപോയി. ഇടപെട്ട പാർട്ടിക്ക് പിൻവാങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് പാർട്ടി സെക്രട്ടറിക്ക് ന്യായീകരിക്കേണ്ടി വന്നു. ഇതേ പാർട്ടി സെക്രട്ടറി കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് EP ജയരാജന്റെ വിഷയം വന്നു. നമ്മുടെ വൈദേകം റിസോർട്ടും അതുപോലെ നമ്മളുടെ കേന്ദ്രമന്ത്രി ചന്ദ്രശേഖരന്റെ പേര് ഞാൻ മറന്നുപോയി, നിരാമയ, ഈ 2 കാര്യങ്ങൾ സംബന്ധിച്ചൊരു തർക്കം വന്നപ്പോൾ പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷോട് ചോദിച്ചു അക്കാര്യത്തെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന്. അപ്പൊ മാഷ് പറഞ്ഞത് തെളിവ് കൊണ്ടുവരട്ടെ, അപ്പോൾ അതിന് EP ജയരാജൻ മറുപടി പറഞ്ഞുകൊള്ളുമെന്നാണ്. അവിടെ EP ജയരാജൻ മറുപടി പറയുന്നു എന്നാക്കി. നേരെ മറിച്ച് അപ്പുറത്ത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് CPM സംരക്ഷണം ഒരുക്കി. ഇത് ആ പാർട്ടി അനുഭവിക്കുന്ന ഒരു വിനയാണ് എന്ന് ഞാൻ കരുതുന്നു. ഇത് യഥാസമയം പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് LDF യോഗം ചേർന്ന് ഇക്കാര്യം ചർച്ച ചെയ്ത് ഇതൊരു സാമ്പത്തിക ആരോപണമാണെന്നും ഇതൊരു സാമ്പത്തിക ഇടപാടാണെന്നും മുഖ്യമന്ത്രിയും കൂട്ടരും അങ്ങനെയാണല്ലോ പറഞ്ഞത്. ഒരു കമ്പനിയും വേറൊരു കമ്പനിയും തമ്മിലുള്ള ഇടപാട് ആയിക്കോട്ടെ, അങ്ങനെ എന്തുകൊണ്ട് പാർട്ടി കണ്ടില്ല? അങ്ങനെ പാർട്ടി കണ്ടിരുന്നെങ്കിൽ ഇന്ന് ഇവർക്ക് ഈ ന്യായീകരിക്കേണ്ട ഒരവസ്ഥ വരുമായിരുന്നില്ല. ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് ED അന്വേഷണം വരുന്നു. അപ്പൊ ആദ്യം എന്താ പറഞ്ഞത്? SFIOയുടെ അന്വേഷണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ SFIO ഒരു കാര്യം അന്വേഷിച്ചാൽ മറ്റ് ഏജൻസികൾക്ക് അതിൽ ഇടപെടേണ്ട കാര്യമില്ല. കാരണം ഏതൊരു വകുപ്പ് അനുസരിച്ചിട്ട് SFIOയുടെ അന്വേഷണത്തിൽ എല്ലാം വരും, അപ്പൊ മറ്റ് ഏജൻസികൾ വേണ്ട. പക്ഷെ ഇവിടെ SFIO തന്നെയാണ് അത് EDക്ക് കൈമാറാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ സാങ്കേതികമായിട്ട് ഒരുപാട് വിഷയങ്ങൾ ഉരുണ്ടുകൂടുകയാണ്. അപ്പോൾ ഈ അന്വേഷണങ്ങൾ SFIO എന്താണ് അന്വേഷണ റിപ്പോർട്ട് എന്നാണ് കൊടുക്കേണ്ടത്? 8 മാസം കഴിഞ്ഞിട്ട് കേന്ദ്രത്തിൽ ആരായിരിക്കും വരുന്നത് നമുക്കിപ്പോൾ പ്രവചിക്കാനാവില്ല. അപ്പൊ 8 മാസം കഴിഞ്ഞാൽ എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിയുമല്ലോ. അപ്പൊ 8 മാസം മുമ്പ് റിപ്പോർട്ട് കൊടുത്താൽ മതിയെന്നിരിക്കെ ഇപ്പോൾ എന്തിനാണ് മിനിഞ്ഞാന്ന് ED അന്വേഷണം പ്രഖ്യാപിച്ചത്? അപ്പൊ ED അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ ഇത് നാളെയോ മറ്റന്നാളോ ക്ലിഫ് ഹൗസിലേക്ക് എത്തുന്നു എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടോ? എത്തുകയാണെങ്കിൽ അന്വേഷണം നേരായ വഴിക്കാണ്, എത്തിയില്ലെങ്കിലോ ഇതൊരു രാഷ്ട്രീയ മറയാണ്. ഈ രാഷ്ട്രീയ മറ CPM-ന് ഉപകാരപ്രദമാകുമോ എന്നാണ് CPM-ഉം BJP-യും ചിന്തിക്കുന്നത്. ഇവിടെ ശ്രീകുമാർ, താങ്കൾ പറഞ്ഞു ക്ലിഫ് ഹൗസിലേക്ക് എത്തുകയാണെങ്കിൽ അത് നേരായ അന്വേഷണമാണെന്ന്. അപ്പോൾ താങ്കൾ വിചാരിക്കുന്നുണ്ട് ഇത് ക്ലിഫ് ഹൗസിലേക്ക് എത്തേണ്ട ഒന്ന് തന്നെയാണ് എന്ന്, അല്ലേ? അല്ല, മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രിയെ കൂടി ഇക്കാര്യത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അന്വേഷണ റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടല്ലോ. അതിന്റെ സത്യാവസ്ഥ നമുക്കറിയില്ലല്ലോ. അതായത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ക്ലിഫ് ഹൗസിലേക്ക് എത്തുമോ എന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? 2 കാര്യങ്ങളാണ്. ഒന്ന് CM മാഗലിന്റെ ആ ഡയറി അല്ലേ, CM മാഗലിന്റെ റെയ്ഡിൽ കണ്ടെത്തിയ, അവരുടെ വീടുകളിൽ നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയ ഡയറി, അതിലെ ഷോർട്ട് ഫോമുകൾ. പിന്നെയുള്ളത് കരിമണൽ ഖനനത്തിന് പിന്നിലെ കാര്യങ്ങളാണ്. അതിൽ സർക്കാർ നടത്തിയ ഇടപെടലുകളാണ്. അതിനെക്കുറിച്ചും രേഖകൾ വന്നിട്ടുണ്ട്. അതും EDക്ക് ഈ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയ ഷോൺ ജോർജ് നൽകിയിട്ടുണ്ട്. അതിൽ 2016, 2019 മുതൽ CM മാഗലിന് കരിമണൽ ഖനനത്തിന് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കാൻ ശ്രമിച്ചതിന്റെ എല്ലാ കാര്യങ്ങളുമുണ്ട്. അവിടെ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടതിന്റെ രേഖകളുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ അനുമതിക്കായുള്ള ആവശ്യമുണ്ടല്ലോ, അത് നിരാകരിച്ച സമയമുണ്ട്. അത് ഈ വിവാദങ്ങളെല്ലാം പുറത്തു വന്നതിന് ശേഷമാണ്. എന്തിനായിരുന്നു ആ കാത്തിരിപ്പ് എന്ന കാര്യം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. മുഖ്യമന്ത്രി മറുപടി പറയാത്ത കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് ക്ലിഫ് ഹൗസിലേക്ക് എത്തുമോ എന്നുള്ള ചോദ്യം. താങ്കളും ഉദ്ദേശിക്കുന്നത് തന്നെയാണല്ലോ.
അതാ ഞാൻ പറഞ്ഞത്. ഇത് ക്ലിഫ് ഹൗസിലേക്ക് എത്തുമോ എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ ഈ ED അന്വേഷണവും SFIO അന്വേഷണവും തുടങ്ങിയിട്ട് എത്ര കാലമായി? SFIO അന്വേഷണത്തിലെ എന്തുകൊണ്ടാണ് മിനിഞ്ഞാന്ന് ഇത്ര പെട്ടെന്ന് നടപടി വന്നത്? ഞാൻ ഇന്നൊരു കാര്യം പറയും. ഇന്നത്തെ ഒരു വാർത്താ ചാനലിൽ ഞാൻ കണ്ടതാണ്. NCP നേതാവ് പ്രഫുൽ പട്ടേലിനെതിരായ അന്വേഷണം അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്തു. പ്രഫുൽ പട്ടേൽ ശരത് പവാറിനോടൊപ്പം NCPയിൽ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിനെതിരെ അന്വേഷണം വന്നത്. അന്നൊരു വിമാന ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് അന്വേഷണം വന്നത്. അദ്ദേഹം അജിത് പവാറുമായിട്ട് ഒരുമിച്ച് NCP പിളർന്ന് അദ്ദേഹം മറ്റേ BJPക്ക് താല്പര്യമുള്ള ഷിൻഡെ വിഭാഗത്തിന്റെ കൂടെ ചേർന്ന് മഹാരാഷ്ട്രയിൽ നിന്ന് കോൺഗ്രസ് ശിവസേന സഖ്യത്തെ പുറത്താക്കി. ഇന്നിപ്പോ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുന്നു BJP. ഇതുപോലെ എത്ര കാര്യങ്ങളുണ്ട്, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പക്ഷെ ഇവിടെ CPM കൊണ്ടുവരുന്ന എന്താണ്? അവരുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വന്നൊരു അന്വേഷണം. അതില് CMRL ഉണ്ട്, KSIDC ഉണ്ട്, ഒരുപാട് സർക്കാർ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ഇത് സംബന്ധിച്ച് അന്വേഷണം ഗൗരവപരമായി നടക്കട്ടെ, കുഴപ്പമില്ല. പക്ഷേ നമുക്ക് രാഷ്ട്രീയമാണ് ഞാൻ കാണുന്നത്. ആ രാഷ്ട്രീയം BJPക്ക് ഗുണകരമായി മാറിയില്ലെങ്കിൽ പിന്നെ എന്തിന് BJP ഇവിടെ കഷ്ടപ്പെടുത്തി CPM-നെ പ്രതിരോധത്തിലാക്കണം? ഇവിടെ CPM-നെ കൊണ്ട് BJPക്ക് ഗുണമേ ഉള്ളൂ, ദോഷമില്ല. കാരണം BJPയും LDFും തമ്മിലാണ് മുഖ്യ മത്സരം എന്ന് LDF കൺവീനർ പറഞ്ഞപ്പോൾ 2 ദിവസം കഴിഞ്ഞു. അതല്ല എന്ന് പറയാനായിട്ട് CPM-നെ മുഖ്യമന്ത്രിക്കും എന്തിനാണ് പ്രേമേന്ദ്രന്റെ അടുത്തൂടെ പറഞ്ഞു കൊടുക്കണേ ശ്രീമാൻ സാറേ? അല്ല, ഞാൻ പറയട്ടെ. അതായത് CPM-ഉം BJP LDFും BJPയും തമ്മിലാണ് മുഖ്യ മത്സരമെന്ന് LDF കൺവീനർ പറയുന്നു. അല്ല എന്ന് ഒരു നിമിഷം കൊണ്ട്, ഒരു മണിക്കൂർ കൊണ്ട് തിരുത്തേണ്ടതിന് പകരം 2-3 ദിവസം കഴിഞ്ഞു. ആദ്യം മുഖ്യമന്ത്രി പറഞ്ഞു, പിന്നെ ഗോവിന്ദ് മാസ്റ്റർ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, പാർട്ടിക്ക് നയമില്ല എന്നല്ല എൻ്റെ അർത്ഥം? അപ്പൊ പാർട്ടിക്ക് നയമില്ല, അപ്പൊ അതിന്റെ നേട്ടം ആർക്കാ? BJPക്ക്. അപ്പൊ LDFിനൊപ്പം ശക്തിയാണ് BJP എന്ന് എന്തിനാണ് CPM വരുത്തുന്നത്? അത് ആർക്ക് ഗുണം ചെയ്യാനാണ്? യുവരാജ് ഗോകുൽ ഏറ്റവും